അത് കുടിച്ചാണ് മരണപ്പെട്ടത് എന്നതുകൊണ്ട് മുക്കണമെന്ന് ഈ ചാനലുകൾക്കും അറിയാം. അത് നാണക്കേടാണെന്ന് ആ കുടുംബത്തിനും അറിയാം. അത് നാണക്കേടാണെന്ന് കുടിച്ചവനും അറിയാം, ഈ കണ്ണടിച്ചു പോയി കിടക്കുന്നവനും അറിയാം, അത് വിറ്റവനും അറിയാം, വിതരണം ചെയ്തവനും അറിയാം, എല്ലാവരും അറിയാം. ഇതിലെല്ലാത്തിലും മലയാളികളുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് മോശമാണെന്നുള്ളത്, സമൂഹത്തിൽ ഇത് പുറത്തു പറയാൻ കൊള്ളാത്തതാണ് എന്നുള്ളത്. നമസ്കാരം. കുവൈറ്റിൽ ഒരു വലിയ മദ്യ ആഘോഷം നടന്നതായും ആ ആഘോഷത്തിൽ കുറച്ചുപേർ ആശുപത്രിയിലായ 10-60 പേർ 63 പേർ ആശുപത്രിയിലായതായും അതിൽ തന്നെ 10-20 ചില്ലുവാനം ആൾക്കാരുടെ കാഴ്ച നഷ്ടപ്പെട്ടതും 12 പേർ മരണപ്പെട്ടതുമായിട്ടുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നത്. അത് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വാർത്ത പറഞ്ഞത്. അത് എന്താണ് ഈ വിഷമദ്യ ആഘോഷം എന്ന് പറയുന്നത്? എനിക്കതിൽ ഒരു തരിമ്പും വിഷമമില്ലാത്തത് കൊണ്ടാണ്. കാരണം ആ വിഷമദ്യം ഉണ്ടാക്കിയതിൽ മലയാളികളുണ്ട്, അതുപോലെ അത് വിറ്റവരിൽ മലയാളികളുണ്ട്, അത് വാങ്ങി കുടിച്ചവരിലും മലയാളികളുണ്ട്. ഇന്ന് പുറത്തു വരുന്ന വിവരം 23 പേർ ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. നേരത്തെ 63 പേർ ആശുപത്രിയിലായിരുന്നെങ്കിൽ ഇന്ന് 160 പേർ ആശുപത്രിയിലാണ്. അതുപോലെ കാഴ്ച പോയവരുടെ എണ്ണം കൂടുതലാണ്. ഈ 160 പേരിൽ ഭൂരിപക്ഷവും ICUയിലാണ്, അതായത് തീവ്ര പരിചരണ വിഭാഗത്തിലാണ്, പലരും വെന്റിലേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കൂടും. എനിക്ക് മനസ്സിലാകാത്തത്, കുവൈറ്റിൽ ഒരു അപകടമുണ്ടായാൽ, കുവൈറ്റിൽ നിന്നല്ല വിദേശത്ത് ഈ ഇന്ത്യക്ക് പുറത്ത് ഒരു അപകടമുണ്ടായാൽ അതിലൊരു മലയാളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ആ വ്യക്തിയുടെ പേരും ചിത്രങ്ങളും അവന്റെ കുടുംബവും എല്ലാം വെച്ചുകൊണ്ട് വലിയ വാർത്ത ചെയ്യും. ഒരാൾ മരണപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം ഉണ്ടല്ലോ, അതില് ഒരു മലയാളി പെട്ടു, ഒരു പെൺകുട്ടി പെട്ടു. ആ പെൺകുട്ടി തിരിച്ചറിയപ്പെടുന്നതിന് മുമ്പ്, മരിച്ചു എന്ന് തിരിച്ചറിയപ്പെടുന്നതിന് മുമ്പ് സകല ചാനലുകളും അവരുടെ കോൽമാന്ത്രവും തൂക്കി നേരെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരായിട്ട് ബുദ്ധിമുട്ടിച്ചതും അവിടെ സങ്കടം സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്ന ആൾക്കാരുടെ അണ്ണാക്കിലേക്ക് ആ മൈക്ക് തിരികെ കൊടുത്തുകൊണ്ട് വർത്താനം പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു, അവരുടെ ദൃശ്യങ്ങളൊക്കെ. ഞാൻ ചോദിക്കുന്നത്, ഈ കുവൈറ്റിൽ ഈ വിഷമദ്യാഘോഷത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ടവരുടെ മലയാളികളായിട്ടുള്ളവരുടെ വീട്ടിലേക്ക് എന്തുകൊണ്ട് ഈ മലയാള ചാനലുകൾ പോലും തൂക്കി പോകുന്നില്ല? അതും ജീവനല്ലേ, അതും മരണപ്പെട്ടതല്ലേ, അവരുടെ വീട്ടിലുമില്ലേ ആൾക്കാർ, എന്തേ അങ്ങോട്ട് പോണില്ല? അപ്പൊ വിഷമദ്യമാണ് കുടിച്ചത്, അത് കുടിച്ചാണ് മരണപ്പെട്ടത് എന്നതുകൊണ്ട് മുക്കണമെന്ന് ഈ ചാനലുകൾക്കും അറിയാം. അത് നാണക്കേടാണെന്ന് ആ കുടുംബത്തിനും അറിയാം. അത് നാണക്കേടാണെന്ന് കുടിച്ചവനും അറിയാം, ഈ കണ്ണടിച്ചു പോയി കിടക്കുന്നവനും അറിയാം, അത് വിറ്റവനും അറിയാം, വിതരണം ചെയ്തവനും അറിയാം, എല്ലാവരും അറിയാം. ഇതിലെല്ലാത്തിലും മലയാളികളുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് മോശമാണെന്നുള്ളത്, സമൂഹത്തിൽ ഇത് പുറത്തു പറയാൻ കൊള്ളാത്തതാണ് എന്നുള്ളത്. സർവോപരി ഇത് നടന്നത് കുവൈറ്റിലാണ്, ഒരു അറബ് രാജ്യത്തിലാണ് എന്നതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ കുറ്റവാളിയായിട്ടുള്ള മുഴുവണ്ണോ അവന്റെ കാര്യം തീരുമാനമാകും എന്നും അറിയാം. എന്നിട്ടും എന്തിനാണ് ഇമാതിരിയുള്ള പണിക്ക് പോണത്? അല്ല, എനിക്ക് മനസ്സിലാകാത്തത് മാധ്യമങ്ങളുടെ, നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാടാണ്. എന്തുകൊണ്ടാണ് ഇന്ന ആൾ മദ്യ ദുരന്തത്തിൽ ഇന്ന ആൾ നിങ്ങൾ ദുരന്തം എന്ന് പറഞ്ഞു, ഞാൻ അതിനെ ആഘോഷം എന്ന് പറയും, ഇന്ന ആൾ മരിച്ചു, ഇന്നടത്ത് ഇന്ന ആൾ മരിച്ചു, ഇന്ന കുടുംബത്തിൽ ഇന്ന ആൾ മരിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അന്വേഷിച്ച് പറയാൻ പറ്റാത്തത്? അവിടെ റിപ്പോർട്ടർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഇത് പ്രയാസമാണ്, പ്രശ്നമാണെന്നറിയാം. ഇപ്പൊ ഒരുപക്ഷെ ചാനലുകൾ പറയും ഞങ്ങൾ ആ കുടുംബത്തെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ അവഹേളിക്കേണ്ടെന്നേ, നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും. അവിടെ ആ ദുരന്തം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, ആ ദുരന്തത്തിൽ പെട്ട് മരണപ്പെട്ടവരുടെ പേര്, അവരുടെ നാട് ഒന്ന് വെളിപ്പെടുത്ത്, നമ്മളൊന്ന് അറിയട്ടെ. അത് നിങ്ങൾ വെളിപ്പെടുത്താത്തിടത്തോളം കാലം, അത് നമ്മൾ അറിയാത്തിടത്തോളം കാലം ഇതിനെ ആഘോഷം എന്ന് മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ആഘോഷിച്ചതാണ്. മറുഭാഗത്തും പോയിട്ട് ഒരു രാജ്യത്ത് ചെന്ന് അവിടെ ജീവിക്കാൻ വേണ്ടി, കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി, തന്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടി, കടം തീർക്കാൻ വേണ്ടി ചോര നീരാക്കി പണിയെടുക്കാൻ അവിടെ ചെന്ന് വിസയും എടുത്ത് ടിക്കറ്റും എടുത്ത് അവിടെ ചെന്നിട്ട് കള്ളവാറ്റ് മാറ്റുക, എന്നിട്ട് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് മെഥനോള്, മീഥൈൽ ആൽക്കഹോൾ ചേർക്കുക. എന്താ, നിങ്ങൾക്ക് മണിച്ചനാവാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയത്? ആണോ? അപ്പൊ അങ്ങനെ പോയത് കൊണ്ടാണ് കണ്ണടിച്ചു പോയത്, അങ്ങനെ പോയത് കൊണ്ടാണ് പിടിച്ചിപ്പോ അകത്ത് കിടക്കുന്നത്, അങ്ങനെ പോയത് കൊണ്ടാണ് നിങ്ങൾ മരണപ്പെട്ടത്. അത് നിങ്ങൾ അർഹതപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം സുലഭമായി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. സർക്കാർ തന്നെ വേറെ ആരെ കൊണ്ടും വിൽക്കാൻ സമ്മതിക്കാത്ത ബിവറേജിന്റെ ഔട്ട്ലെറ്റുകൾ, അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇനി പോരാഞ്ഞിട്ട് ഇവിടെ ലൈസൻസ് കൊടുത്ത ബാറുകൾ കണ്ടമാനമുണ്ട്, ഇഷ്ടം പോലെ കിട്ടും. നിങ്ങൾക്ക് വെള്ളം അടിച്ച് കിറങ്ങി നടക്കാം.
വെള്ളമടിച്ചവനെ ഇവിടെ പോലീസുകാരൊന്നും ചെയ്യില്ല. വെള്ളമടിച്ച് ഡ്രൈവ് ചെയ്യാതിരുന്നാൽ മതി. വേറെ എന്ത് പണിയെടുത്താലും എവിടെ തലകുത്തി നിന്നാലും എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് സർക്കാരിന്റെ വരുമാനമായതുകൊണ്ട് ഇവിടെ സുഭിക്ഷമായിട്ട് സുരക്ഷിതമായിട്ട് നടന്നൂടെ? നടക്കാമായിരുന്നല്ലോ. ഈ കള്ള അടിച്ച് കുടിച്ച് കണ്ണുപോയി ജീവൻ പോയി കിടക്കുന്ന ആൾക്കാരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ പോയതൊരു മറുനാട്ടിലല്ലേ? നിങ്ങൾ ജീവിതം ഉണ്ടാക്കാനല്ലേ? ഒരു ജീവിതം കരുപിടിപ്പിക്കാനല്ലേ? നിങ്ങളെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്താ ഇമാരിയുള്ള പണിക്ക് പോയത്? അതുകൊണ്ട് അനുഭവിക്കണം. ജീവൻ പോയെങ്കിൽ കണക്കായിപ്പോയി, കണ്ണു പോയെങ്കിൽ അതും കണക്കായിപ്പോയി. ഇനി ഇതെല്ലാം ഉണ്ടാക്കിയതിന് പോലീസ് പിടിച്ച് അകത്തായി പോയിട്ടുണ്ടെങ്കിൽ അതും കണക്കായിപ്പോയി. വേണമത്. അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ ഇനിയും നടക്കട്ടെ. അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കുറച്ചെണ്ണം രക്ഷപ്പെടട്ടെ. മറ്റുകൂടി വാലായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള കുറെ എണ്ണമാണ് ഈ ലോകത്ത് ഇന്ത്യക്കാരെ വെറുതെ നശിപ്പിക്കുന്നത്, ചീത്ത വെളുപ്പിക്കുന്നത്. പണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ ഏതോ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് യാത്ര ചെയ്ത സമയത്ത് ഏതോ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിൽ അദ്ദേഹം മുറിയെടുത്ത് താമസിച്ചത്രേ. ആ സമയത്ത് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആയിട്ട് ചെന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് ഇരിക്കാൻ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം ശരിക്കറിയാം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തി എന്നാണ് പറയുന്നത്. പല ഭാഗത്തും, ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ത്യക്കാരന് അവഗണനയുണ്ട്, അവന്റെ സ്വഭാവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് സംശയമുണ്ട്, അവന്റെ നിലപാടുകളെ കുറിച്ച്, അവന്റെ പ്രവൃത്തിയെക്കുറിച്ച് പരാതിയുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ ലോകരാജ്യങ്ങൾ കാണുന്നത് എന്നത് സത്യമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള പോത്തക്കോടന്മാർ, ഇങ്ങനെയുള്ളവന്മാർ ആണ് അതിന് കാരണം. നോക്കൂ, ലോകത്ത് അറിയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഏഷ്യക്കാർ. കുവൈറ്റ് ഭരണ സംവിധാനം തന്നെ, അവിടുത്തെ ഹെൽത്ത് വിഭാഗം തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഏഷ്യക്കാർ അല്ല, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ. ആ ഇന്ത്യക്കാരിൽ മലയാളികളും. ഈ മലയാളികളുണ്ടെങ്കിലും മലയാളി ഇല്ലെങ്കിലും ഇന്ത്യക്കാരല്ലേ? അതായത് ഇന്ത്യക്കാർക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ? ഇന്ത്യക്കാർക്ക് എവിടെയെങ്കിലും മര്യാദയ്ക്ക് തലയുയർത്തി എഴുന്നേറ്റ് നടക്കാൻ പറ്റും ലോകത്ത്? ഇവിടെ ഈ കുവൈറ്റിലെ ഇഷ്യൂ ഇന്ത്യക്കാരാണെന്ന് അറിയുമ്പോൾ ലോകത്ത് എവിടെയെല്ലാം ഇന്ത്യക്കാരുണ്ട് അവരെല്ലാം ഒന്ന് നോക്കും. ആ കൊള്ളാം, നീയൊക്കെ കള്ളമാറ്റ് മാറ്റാനാന്നോടെ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് അതിന് ഒത്താശ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളും, ഞാൻ പറയുന്നത് ഇവിടെ വെളിപ്പെടുത്തണം എത്ര മലയാളികൾ മരണപ്പെട്ടു, ആ മലയാളികൾ ഇന്ന സ്ഥലത്ത് വെളിപ്പെടുത്തണം. താൻ മരിച്ചാലും തന്റെ കണ്ണു പോയാലും തന്റെ കുടുംബം തന്നെ മരണശേഷവും നാണം കെട്ടു പോകും എന്നറിയണം. അങ്ങനെ അറിയുമ്പോൾ, അങ്ങനെ വെളിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ളവന്മാരെങ്കിലും തന്റെ കുടുംബത്തെ ഓർത്ത്, കുട്ടികളെ ഓർത്ത്, അല്ലെങ്കിൽ തങ്ങളെ ബാക്കി മാതാപിതാക്കളെ ഓർത്ത്, ആരെങ്കിലും ഒക്കെ ഓർത്ത് അത് ചെയ്യാതിരിക്കും. അതേ പറ്റുള്ളൂ. സ്വന്തമായിട്ട് ഓർക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനുള്ള വകതിരിവുണ്ടെങ്കിൽ ഇമാരെയുള്ള പണിക്ക് നിൽക്കൂലല്ലോ. ഏതായാലും മരണസംഖ്യ ഇവിടെ നിൽക്കില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് എന്നാണ് പറയുന്നത്. കാരണം 160 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് എന്നും അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും വെന്റിലേറ്ററിൽ അടക്കമുള്ള തീവ്ര പരിചരണ വിഭാഗത്തിലാണ് എന്നും പറയുന്നുണ്ട്. 63 പേര് നേരത്തെ ആയിരുന്നെങ്കിൽ, അത് മരിച്ചത് നേരത്തെ 12 ആയിരുന്നെങ്കിൽ ഇന്ന് 23 പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ ആഘോഷത്തിന്റെ പങ്കാളിത്തം ഏതൊക്കെ വിധത്തിലാണ് എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. Different angles. Don't forget to subscribe and support this channel.